ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ റോബോട്ടിക്സിൻ്റെ ബേസിക് വീഡിയോസിൽ റെസിസ്റ്ററായി LED ആയി ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് ബ്രെഡ് ബോർഡ്. ബ്രെഡ് ബോർഡ് എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ കഴിക്കുന്ന ബ്രെഡില്ലേ, ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ബ്രെഡ് നമ്മളൊരു ബോർഡിൻ്റെ മേലിൽ വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് നമ്മളൊരു പിന്നെടുത്ത്, ഒരു സേഫ്റ്റി പിന്നോ വാട്ടവർ, ഒരു ചെറിയ പിന്നെടുത്തിട്ട് നമ്മൾ ആ ഒരു ഹോളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് നേരെ ചെന്ന് ആ ബോർഡിൽ പ്രസ്സാവും അല്ലേ. ആ കൺസെപ്റ്റ് കൊണ്ട് തന്നെയാണ് ബ്രെഡ് ബോർഡിന് ബ്രെഡ് ഓൺ എ ബോർഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടിട്ട് ബ്രെഡ് ബോർഡ് എന്നുള്ള പേര് വന്നത്. ഇനി ഈ ബ്രെഡ് ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് PCB ആണ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സുകൾ, നമ്മുടെ TV, റിമോട്ട്, നമ്മുടെ ഏതൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്തെങ്കിലും സാധനങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു പച്ച കളറിൽ ബ്ലൂ കളറിൽ ഒരു ബോർഡ് നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ ബ്രെഡ് ബോർഡ് എന്നുള്ള സാധനം ഇതൊരു പ്രോട്ടോടൈപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ബോർഡ് എന്ന് പറയും. സോൾഡർലെസ് ബ്രെഡ് ബോർഡ് അല്ലെങ്കിൽ സിംപ്ലി ബ്രെഡ് ബോർഡ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബോർഡാണ്, പ്രോട്ടോടൈപ്പ് ബോർഡാണ്. അപ്പോൾ ഇതിനുള്ള പ്രത്യേകത എന്താണ്? സാധാരണ നമ്മൾ PCBയിൽ ചെയ്യുന്നത് പോലെ അല്ലാതെ ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത? മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ബ്രെഡ് ബോർഡ് തന്നെയാണ്. കാരണം നമുക്ക് വൺസ് നമ്മൾ ഒരു കമ്പോണൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. സോൾഡർ ചെയ്ത് വെച്ച സാധനങ്ങൾ നമ്മൾ ഡീസോൾഡർ ചെയ്ത് എടുത്താൽ തന്നെയും അതിന് അത് ചൂട് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വലിച്ചെടുക്കുമ്പോഴൊക്കെ അത് പൊട്ടിപ്പോവാം. നമ്മൾ കഴിഞ്ഞ ദിവസം റെസിസ്റ്റർ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. വളരെ ടൈനി ആയിട്ടുള്ള സാധനമാണ്, കുഞ്ഞു സാധനമാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് 2-3 തവണ ഇങ്ങനെ നനക്കി തന്നെ അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് ബോർഡിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വൺസ് യൂസ് ചെയ്ത കമ്പോണൻസ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. റൊണാൾഡ് പോർട്ടുഗൽ എന്ന് പറയുന്ന ഒരാളാണ് ഈ ബ്രെഡ് ബോർഡിനെ, ഇന്ന് കാണുന്ന രീതിയിലുള്ള ബ്രെഡ് ബോർഡിനെ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ബ്രെഡ് ബോർഡിൻ്റെ പിൻ ഔട്ട്സിനെ കുറിച്ച് പറയാം. അപ്പം പിൻ ഔട്ട്സ് എന്ന് പറയുമ്പോൾ ഇതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബസ് സ്ട്രിപ്സ് എന്നും നെക്സ്റ്റ് ടെർമിനൽ സ്ട്രിപ്സ് എന്ന് പറയും. ഈ ബസ് സ്ട്രിപ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ പവർ റെയിൽസ് എന്നും പറയും. മുകൾ ഭാഗത്ത് ഇങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ പവർ റെയിൽസ് അല്ലെങ്കിൽ ബസ് സ്ട്രിപ്സ് എന്ന് പറയുന്നത്. പിന്നീട് ഈ കാണുന്ന ഒരു ഏരിയയാണ് നമ്മൾ ടെർമിനൽ സ്ട്രിപ്സ് എന്ന് പറയുന്നത്. നോർമലി ബ്രെഡ് ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു 3 ടൈപ്പിലാണ് വരുന്നത്. 3 ടൈപ്പിൽ നമുക്ക് എത്ര വേണമെങ്കിലും ജോയിൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ കാണുന്നതെന്ന് പറയുന്നത് 840 പിൻസ് വരുന്ന ബ്രെഡ് ബോർഡാണ്. ഇതിൻ്റെ ഹാഫ് പോർഷൻ വരുന്നത് ഒരു 400 പിൻ ബ്രെഡ് ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ 170 പിന്നിൻ്റെ ബ്രെഡ് ബോർഡുകളും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ ബ്രെഡ് ബോർഡ് നമുക്ക് ജോയിൻ ചെയ്ത് വലിയ പീസുകളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഇനി വരുന്ന എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് ബ്രെഡ് ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ABCDEFGHIJ എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 0 to 60 വരെയുള്ള നമ്പേഴ്സും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റോയും കോളംസും ആണ്. നേരത്തെ പറഞ്ഞ ഈ ബസ് സ്ട്രിപ്സ് അല്ലെങ്കിൽ ഈ കാണുന്നതാണ് പവർ റെയിൽസ് എന്ന് പറയുന്നത്. ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് പവർ റെയിൽസ്. ആക്ച്വലി ഇത് പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു റെഡ് ലൈനിലും നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ലൈനിലും മാർക്ക് ചെയ്തേക്കുവാണ്. നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കണക്ട് ചെയ്താൽ മതി. ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഒരുമിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കാനാണ് അവരൊരു മാർക്കിംഗ് തന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൽ മൊത്തം പോസിറ്റീവാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ത്രൂ ഔട്ട് എല്ലായിടത്തും തന്നെ പോസിറ്റീവ് തന്നെ കൊടുക്കണം. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു മാർക്കിംഗ് തന്നെ തന്നേക്കുന്നത്. സോ ഈ കാണുന്ന ബ്രെഡ് ബോർഡിൽ ഈ ഒരു പ്ലേസ് കണ്ടോ ഇങ്ങനെ കാണിക്കുന്നത്, ഇതെല്ലാം സെയിം കണക്ഷൻസ് ആണ്. സെയിം കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതായത് ഒരു ടിൻ പ്ലേറ്റഡ് ഫോസ്ഫറസ് അല്ലെങ്കിൽ ഒരു നിക്കൽ സിൽവർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഈ ഒരു പ്ലേസിന് നമ്മൾ കോണ്ടാക്ട് പോയിന്റ് അല്ലെങ്കിൽ ടൈ പോയിന്റ്സ് എന്ന് പറയും. ഈ ഒരു പ്ലേസിന് കോണ്ടാക്ട് പോയിന്റ് അല്ലെങ്കിൽ ടൈ പോയിന്റ്സ് എന്നാണ് പറയുന്നത്. ആക്ച്വലി നമുക്ക് തന്നെ ഈ ഒരു ഡിഫറെൻറ്റ് ലൈൻ നമ്മൾ ചൂസ് ചെയ്യണം കണക്ട് ചെയ്യുമ്പോൾ. ഇങ്ങനെ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. അതുപോലെ നമ്മൾ തിരിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഒരു LED ഷോർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരിക്കലും കണക്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ കണ്ടോ,
ഇത് സെയിം കണക്ഷനാണ്. അപ്പോൾ രണ്ടും കൂടെ ഷോർട്ടാകും, നെഗറ്റീവും പോസിറ്റീവും. ഇതൊരു സെയിം കണക്ഷനാണ് ഈ ഒരു ഏരിയ വരുന്നത്, അത് ഷോർട്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഡിഫറെൻറ്റ് ലൈൻസിൽ കണക്ട് ചെയ്യണം. ഏതെങ്കിലും ഡിഫറെൻറ്റ് നമ്പേഴ്സ് അവിടെ ചൂസ് ചെയ്താൽ മതി. ഇതാണ് കറക്റ്റായ കണക്ഷൻ. ഒരു ഏരിയ ഇത്രയും പ്ലേസ് സെയിം കണക്ഷൻ ആയതുകൊണ്ട് ഈ ഒരു LED ലെഗിൽ നിന്നും നമുക്ക് മറ്റ് സർക്യൂട്ടുകളിലേക്കൊക്കെ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്നും. ഇനി നമുക്ക് പവർ റെയിൽസിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്കൊരു LED എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു LED ആണ്. ഓക്കെ, LED ഈ ഷോർട്ട് ലെഗ് എന്ന് പറയുന്നത് നെഗറ്റീവും ലോങ് ലെഗ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ പവർ റെയിൽസിൽ കൊടുക്കുക, പോസിറ്റീവ് നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു നമ്പർ ലൈൻസിലേക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ എത്ര LEDs വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നെഗറ്റീവ് റെയിലിൽ LED നെഗറ്റീവ് ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം. ഒരു 60ഓളം LEDs നമുക്കിവിടെ ഇങ്ങനെ അറ്റ് എ ടൈം നമുക്ക് പവർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നെഗറ്റീവ് ഇതെല്ലാം ഗ്രൗണ്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോസിറ്റീവ് നിന്ന് നമുക്ക് മൈക്രോ കൺട്രോളിലേക്കോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സുകളിലേക്കോ നമുക്ക് ഇവിടെ നിന്നും ഒരു എത്ര കണക്ഷൻസ്, ഇപ്പോൾ ഒരു വയർ വെച്ച് ഇവിടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കണക്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബ്രെഡ് ബോർഡിൻ്റെ ഇടയ്ക്ക് ഈ വരുന്ന ഈ ഒരു സെപ്പറേഷൻ കണ്ടോ, ഈ ഒരു നോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ICs ഒക്കെ കണക്ട് ചെയ്യും, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ICs ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സെപ്പറേഷൻ അവർ കൊടുത്തേക്കുന്നത്, ഷോർട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സെയിം കണക്ഷനാണ്. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊരു ഡിവിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഷോർട്ട് ആവാതിരിക്കാൻ ഇങ്ങനെ രണ്ട് പ്ലേസിലായിട്ട് നമുക്കിങ്ങനെ ICs കണക്ട് ചെയ്യാൻ പറ്റും. സോ ബ്രെഡ് ബോർഡിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാം എനിക്കിനി പറയാൻ വിട്ടുപോയ ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡപ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രെഡ് ബോർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ പഠിച്ച് നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അഡിനോ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫസ്റ്റ് പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ വരുന്നത്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.